ഹലോ എല്ലാവർക്കും സുഖമല്ലേടാ. എല്ലാവരും എന്നോട് സ്റ്റഡി വ്ളോഗിൻ്റെ വീഡിയോ ഇടാൻ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ത് വീഡിയോ ഞാൻ ഇടാം. കാരണം എൻ്റെ ബിടെക്കിലെ സെമ്മ് തുടങ്ങുമ്പോൾ തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഞാനെന്നല്ല ഏതൊരു ബിടെക് സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ റെക്കോർഡ് എഴുതാൻ വേണ്ടിയാണ്. ഓരോ സെമ്മിലും നമുക്ക് 2 ലാബ് വെച്ചുണ്ടാവും. ഞങ്ങളുടെ ഈ സെമ്മിൽ ഞങ്ങൾക്കുള്ള 2 ലാബ് എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ ലാബും പിന്നെ നമ്മുടെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് 2 ആണുള്ളത്. ഓരോ ലാബിന് നമുക്ക് 12 എക്സ്പെരിമെൻറ്റ് വെച്ച് ഉണ്ടാവുക. അത് തന്നെ 2 സൈക്കിളായിട്ട് ഡിവൈഡ് ചെയ്ത് 6 എക്സ്പെരിമെൻറ്റ് ഈച്ചായിട്ട് അവരത് സ്പ്ലിറ്റ് ആക്കും. ആൻഡ് ഈ ഓരോ ആക്ടിവിറ്റി ഓരോ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് വൈസ് ആയിരിക്കും. ആ ഗ്രൂപ്പ് വൈസ് നമ്മൾ ലാബിൽ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്യും. അതേ സമയം തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എന്തായാലും ആ ലാബിൽ തന്നെ ഫുൾ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണിക്കാനുള്ളൊരു ടൈം കിട്ടാറില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കാണിച്ച് റഫ് റെക്കോർഡിൽ നമ്മൾ സൈൻ മേടിക്കണം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ സെമിലോഗ്രാഫാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഞാൻ വരയ്ക്കാൻ സ്ട്രഗിൾ ചെയ്തൊരു ഗ്രാഫാണ്. പക്ഷേ ഇത് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഗ്രാഫാണ്. പെട്ടെന്ന് ഇത് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത് ഈ ഗ്രാഫാണ്. ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഇയർ വന്ന ടൈമിലുണ്ടല്ലോ, ഞങ്ങൾക്ക് ഫെയർ ആദ്യത്തെ സെമ്മിൽ ഫെയർ ഞങ്ങൾ സാധാ ഒരു ഫെയർ മേടിച്ച് അതിൽ തന്നെ എഴുതി കാര്യങ്ങൾ പോകും. രണ്ടാമത്തെ സെമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം വരയ്ക്കാനായിരുന്നു. CAD ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ സാധനങ്ങളൊക്കെ വരയ്ക്കും. മൂന്നാമത്തെ സെമ്മിലാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ലാബായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇതുപോലെ റഫ് സൈൻ വാങ്ങിക്കണം, എന്നിട്ട് അത് ഫെയറിലേക്ക് എഴുതണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് 4ാമത്തെ സെമ്മിൽ മൊത്തം പ്രിൻ്റ് എടുക്കലായിരുന്നു. നമ്മൾ ഓട്ടോ ക്യാഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ പ്രിൻ്റ് എടുക്കാൻ ഓടാ. സത്യം പറഞ്ഞാൽ ടുവാർഡ്സ് ദി എൻഡ് ആകുമ്പോൾ ഫെയറും റഫ് എല്ലാം കൂടി എന്താ പറയുക ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം കുറേ പ്രിൻ്റ് എടുക്കാനുണ്ടാവും. എന്നിട്ട് ആ പ്രിൻ്റ് എടുത്തിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും ഓടണം, പിന്നെ ഇൻഡെക്സ് പേജ് കറക്റ്റ് ആക്കണം. അങ്ങനെ ഒത്തിരി തലവേദനകളായിരുന്നു. അതുകൊണ്ട് ഈ തവണ ടീച്ചേഴ്സ് ഡിസൈഡ് ചെയ്തു റഫ് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് അതായത് എക്സ്പെരിമെൻറ്റ് 2 ദിവസത്തിനുള്ളിൽ സൈൻ വാങ്ങിയിട്ട് ഫെയർ നെക്സ്റ്റ് ലാബിൽ വരുമ്പോൾ അതും കംപ്ലീറ്റ് ആക്കി അപ്പം തന്നെ സൈൻ വാങ്ങണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു കണക്കിന് ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം എന്താ പറയുക അത്രയും റഷും ഇല്ല, തലവേദന ഇല്ല അവസാനം വരുമ്പോൾ. പക്ഷേ ഡെയിലി ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ 3/4 ടൈമും ഈ ലാബിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതും ഈ ലാബിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് ലാബ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. 3rd ഇയർ വന്നപ്പോൾ എന്താ പറയുക നല്ല രസം. മണ്ണ് കുഴക്കലും സിമെൻറ്റ് മിക്സ് ആ സംഭവങ്ങളൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇയറിലെ ലാബ്. പക്ഷേ ഇതൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ ഫൈനൽ എക്സാമിന് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടും ഈ ലാബ് നല്ല അടിപൊളിയാണ്. എനിക്ക് അതിൻ്റെ ലാബിൻ്റെ ഉള്ളിലത്തെ വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഫോൺ അലൗഡ് അല്ല ഈ തവണ തുടങ്ങി ലാബിൽ. അപ്പോൾ ഇത് നമ്മുടെ ഫെയർ ആണ്. ഫെയറൊക്കെ അത്യാവശ്യം എക്സ്പെരിമെൻറ്റ് സൈൻ കിട്ടി. ഇനി അടുത്ത ലാബ് നാളെയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിൽ റഫൊക്കെ എനിക്ക് സൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ കംപ്ലീറ്റ് ആക്കിയാലേ നാളെ ലാബിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഫെയർ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് അറ്റൻഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ പഠിത്തത്തിനേക്കാളും കൂടുതൽ ഒരു ബിടെക് സ്റ്റുഡൻറ്റ് സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ലാബാണ്. പക്ഷെ അത് പറഞ്ഞ് നമ്മൾ പഠിക്കാണ്ടിരിക്കില്ല, നമ്മൾ പഠിക്കും. ആ ഒരു സീരീസിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഫസ്റ്റത്തെ ഒരു മന്ത് കഴിയുമ്പോൾ 2nd മന്തിൻ്റെ ഫസ്റ്റ് വീക്ക് നമുക്ക് സീരീസ് ഉണ്ടാവും. ഫസ്റ്റ് സീരീസ് അതിന് 2 മൊഡ്യൂളാണ് നമുക്ക് ഉണ്ടാവുക. അത് പഠിക്കാനുണ്ടാവും. നമ്മൾ സീരീസിൻ്റെ ഒരു 1 വീക്ക് തൊട്ടാണ് എല്ലാവരും പഠിച്ചു തുടങ്ങുക. അതുവരെ ഈ റെക്കോർഡ് ലാബ് അത് സൈൻ മേടിക്കാൻ പോകണം. ഈ സൈൻ മേടിക്കാൻ പോകുന്നതാണ് ഏറ്റവും എന്താ പറയുക ഏറ്റവും പണിയുള്ളൊരു ഏർപ്പാട്. കാരണം നമ്മൾ കുറേ പിന്നാലെ നടന്നാലും നമുക്കൊന്ന് സൈൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ടീച്ചേഴ്സ് ബിസി ആയിരിക്കും, അവരുള്ളപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വെച്ച് സൈൻ കിട്ടി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ പിന്നാലെ ഓടണം. സത്യം പറഞ്ഞാൽ തലവേല പിടിച്ച കേസാണ്. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമുക്ക് അതിൽ സൈൻ കിട്ടുമ്പോഴാണ്. അതങ്ങനെ സൈൻ മേടിക്കുമ്പോൾ എന്തോ ഒരു അഭിമാന പുരസ്കാരം എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലാണ്. സൈൻ കിട്ടുമ്പോൾ ഓക്കെ സൈൻ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂടാ. ഏറ്റവും കൂടുതൽ ഒരാൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ റെക്കോർഡ് ലാബൊക്കെയാണ്. ലാബാണ് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം എപ്പോഴും ലെക്ചേഴ്സ് മാത്രമാകുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ചില ടൈമിലൊക്കെ നമുക്ക് ഉറക്കം വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ ലാബാണെങ്കിൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ ഈ മണ്ണിൽ കാര്യങ്ങൾ കളിക്കില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഈ മണ്ണ് വാരൽ കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്. ലിറ്ററലി ബംഗാളികൾ എങ്ങനെ പണിയെടുക്കുന്നു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലാബിൽ ചെയ്യും. ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ ഒരു എല്ലാവരുടെയും കൂടി ഉള്ളൊരു എഫേർട്ടും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ട് ലാബ് അടിപൊളിയാട്ടോ. ബട്ട് ഇത് എഴുതി തീർത്ത് സൈൻ മേടിക്കേണ്ട കാര്യങ്ങളാണ് കുറച്ചും കൂടി ടഫായിട്ട് തോന്നിയത്. ബട്ട് നമുക്ക് എല്ലാം എളുപ്പമായി കിട്ടിയൊരു സുഖമില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂടാ. ഇനി ഞാൻ പോയി എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഞാൻ പോയി ബാക്കി ഇരുന്ന് എഴുതട്ടെ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ ചാനലിൽ 441 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നൊക്കെ. ഞാൻ 0 സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലെ എനിക്ക് ഇത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ബട്ട് ഐ ഫീൽ സോ ഹാപ്പി.
കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് എല്ലാത്തിനും റിപ്ലൈ തരാനും വീഡിയോ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഐ വാസ് നോട്ട് ഓക്കെ മെൻ്റലി ആൻഡ് ഫിസിക്കലി. അപ്പോൾ അതുകൊണ്ടാണ്. ബട്ട് ഇപ്പോൾ ബെറ്ററായി വരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോളേജിനെ പറ്റി എന്തെങ്കിലും അറിയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് സ്റ്റഡി വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഒന്നിനും ടൈമില്ല ഇപ്പോൾ, അതാണ് വലിയ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആവുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കേടാ, അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.